ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മുടെ മൊബൈലിൽ ജിമെയിൽ, എല്ലാവരുടെ മൊബൈലിൽ ജിമെയിൽ ഉണ്ടാവും അല്ലേ? ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവും. ഈ ജിമെയിൽ അക്കൗണ്ട് വഴി നമ്മുടെ പല രഹസ്യങ്ങളും ചോർന്നു പോകുന്നുണ്ടെന്നുള്ളത് പലർക്കുമുള്ളൊരു കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ പലർക്കും ഒരു സംശയമുണ്ട് അങ്ങനെ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതും, അഥവാ നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡുകൾ മറ്റുള്ളവരുടെയിലേക്ക് പോകുന്നു, അതുവഴി നമുക്ക് അനാവശ്യ പരസ്യങ്ങൾ കാര്യങ്ങൾ വരുന്നു, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ മൊബൈലിൽ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം സോൾവ് ചെയ്യാൻ നമുക്ക് അടിപൊളി ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം സ്ക്രീനാണ് കാണുന്നത്. ഇവിടെ നമ്മുടെ ജിമെയിൽ വഴി ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അനാവശ്യ പരസ്യങ്ങൾ വരുന്നതിന്റെ എല്ലാവിധ ഓപ്ഷൻസും എല്ലാവിധ സെറ്റിംഗ്സും നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതെല്ലാം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, സെറ്റിംഗ്സിൽ നിന്ന് കയറിയതിനു ശേഷം നമുക്ക് താഴേക്ക് വന്നാൽ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണും. ഗൂഗിൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗൂഗിളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം മാനേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അങ്ങനെ താഴേക്ക് അതൊന്നല്ല നമുക്ക് വേണ്ടത്. നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ്, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ ഇവിടെ കണക്റ്റഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്ന് എനേബിൾ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ പെർമിഷൻ കൊടുത്തിരിക്കുന്ന തേർഡ് പാർട്ടി കീപ്പ് ട്രാക്ക് ഓഫ് യുവർ കണക്ഷൻസ്. നിങ്ങളുടെ കണക്ഷൻസ്, നിങ്ങളുടെ മൊബൈലിലുള്ള കാര്യങ്ങളെല്ലാം ഈ ജിമെയിൽ കണക്ഷൻ ത്രൂ അവര് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 14 ആപ്ലിക്കേഷൻസിനാണ് നമുക്ക് പെർമിഷൻ നമ്മൾ തന്നെ അറിഞ്ഞിട്ടോ അറിയാതെയോ കൊടുത്തത്. അപ്പൊ നിങ്ങൾ നോക്കുക ഇതിൽ ഏതെല്ലാം ആപ്ലിക്കേഷൻസിനാണ് നിങ്ങൾ പെർമിഷൻ ജിമെയിലിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻസിന് അത്യാവശ്യമായിട്ടുള്ളത് ഉണ്ടാവും, അല്ലാത്തതൊക്കെ ആണെങ്കിൽ നിങ്ങൾ അറിയാതെ വന്നാണെങ്കിൽ ഇതൊക്കെ ഇതിന്റെ ആ ഒരു ഏരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴേക്ക് കാണിക്കും. ഇവിടെ 14 ആപ്സിനാണ് നമ്മൾ പെർമിഷൻ കൊടുത്തത്. അപ്പോൾ ആ ഏരോ മാർക്ക് ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പെർമിഷൻ അങ്ങോട്ടേക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഡിലീറ്റ് കണക്ഷൻ, അനാവശ്യമായിട്ടുള്ള എല്ലാം ഒഴിവാക്കാം. അപ്പോൾ അതുവഴി നമ്മളെ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അതുവഴി നമുക്ക് വരുന്ന പരസ്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള നമ്മുടെ ഡാറ്റകൾ അവർ ചോർത്തി കൊണ്ടുപോകുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. ഇവിടെ നമ്മൾ പെർമനന്റ് ആയിട്ട് അവരെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് ഒരിക്കലും നമ്മുടെ ഫോണിലെ ഡാറ്റകളോ അതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതേപോലെ അയക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കണക്റ്റഡ് ആപ്സിൽ പോയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കീപ്പ് ട്രാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഓപ്ഷനിൽ ഏതെല്ലാം ആപ്ലിക്കേഷൻസിനാണോ ഇത് നമ്മൾ പെർമിഷൻ കൊടുത്തത് അതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത്രയും അത്യാവശ്യമുള്ളത് മാത്രം എനേബിൾ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് നമുക്ക് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്തിട്ട് അഗൈൻ നമ്മൾ ഗൂഗിളിലേക്ക് തന്നെ പോവാം. താഴേക്ക് വന്നാൽ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലേക്ക് തന്നെ പോവാം. അവിടെ നമുക്ക് ഇവിടെ കാണാം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ നമുക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാം. സെക്യൂരിറ്റിയിലാണ് വന്നിരിക്കുന്നത്. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനൊക്കെ കാണുന്നുണ്ട്. അതൊന്നല്ല നമുക്ക് വേണ്ടത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം യുവർ ഡിവൈസസ്, അതായത് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ജിമെയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മൊബൈൽ ഏതെല്ലാം ഡിവൈസുകളായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഇമെയിൽ ID വെച്ചിട്ട് നമ്മൾ ഏതെല്ലാം ഡിവൈസിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അറിയാതെ ഏതെങ്കിലും മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നോ ഇതിലേക്ക് ഈ ജിമെയിലിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഇവിടെ നമുക്ക് ഇവിടെ കണ്ടില്ലേ 3 ഫോണിന്റെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓപ്പോ 47 കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കയറി കണ്ടില്ലേ ഓപ്പോയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ പെർമിഷൻ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നിങ്ങളുടെ ഫോൺ തന്നെയാണെങ്കിൽ നിങ്ങൾ അത് ഇതുപോലുള്ള നമ്മൾ ശ്രദ്ധിക്കാത്ത പല പല കാര്യങ്ങളും പല പല സെറ്റിംഗ്സും നമ്മുടെ മൊബൈലുണ്ട്. ഇത് നമ്മൾ അനാവശ്യമായിട്ട് ഓൺ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതേപോലെ അനാവശ്യ പരസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ
മൊബൈൽ ഫോണ് മറ്റുള്ളവർ ഹാക്ക് ചെയ്യുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്കായി ഞാൻ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ലൈക്കും പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.